എല്ലാവർക്കും സ്വാഗതം. നാളത്തെ പ്രൊമോ വീഡിയോയെക്കുറിച്ചാണ് പറയുന്നത്. ഏതോ ജന്മകൽപ്പനയിൽ ശ്രുതിയോട് അശ്വിൻ പൊട്ടിത്തെറിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ശ്രുതി പറയുവാണ്, നിങ്ങളുടെ ഇത് കണ്ടാൽ തോന്നുമല്ലോ എല്ലാത്തിനും ഞാനാണ് കാരണക്കാരിയെന്ന്. എന്നിട്ട് അതിനുശേഷം കാണിക്കുന്നത് രണ്ടുപേരും സോഫയിൽ കിടന്നുറങ്ങുന്നതാണ്. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്രുതി എണീക്കുമ്പോഴത്തേക്ക് ശ്രുതിയുടെ താലി അശ്വിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അശ്വിൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അശ്വിൻ്റെ സംസാരശേഷി പോയിരിക്കുന്നു. അന്നേരം അഞ്ജലി ചോദിച്ചുകൊണ്ട് വരുവാണ്, അയ്യോ എന്താ പറ്റിയ കുഞ്ഞാ, നിൻ്റെ സംസാരം എന്താ പറ്റിയ നിൻ്റെ സംസാരത്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കൊതുകുതിരിയുടെ അലർജി കൊണ്ടിട്ടാണ് അശ്വിന് സംസാരശേഷി നഷ്ടപ്പെട്ടതെന്ന്. അത് അലർജി മാത്രമാണ്, അത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കോളും. അന്നേരം അഞ്ജലി പറയുവാണ്, അയ്യോ ഇന്ന് ഓഫീസിൽ പോകേണ്ട കുഞ്ഞനല്ലേ, എങ്ങനെയാണ് പോകുന്നത്, ഇന്ന് നീ അതുകൊണ്ട് ഓഫീസിൽ പോകണ്ട. അന്നേരം അശ്വിൻ ഇങ്ങനെ ചുണ്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ പോകണമെന്ന് പറയുന്നുണ്ട് അഞ്ജലിയോട്. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം അഞ്ജലിക്ക് മനസ്സിലാകുന്നില്ല. അഞ്ജലി ചോദിക്കുകയാണ്, എന്താ കുഞ്ഞാ, എന്താ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അഞ്ജലി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, വേറൊന്നുമല്ല ചേച്ചി, ഇന്ന് ഓഫീസിൽ പോകണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നതെന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അശ്വിൻ സംസാരിക്കുന്ന വാക്കുകൾ എത്ര പെട്ടെന്നാണ് ശ്രുതി മനസ്സിലാക്കുന്നതെന്ന് നോക്കിക്കേ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം മനോരമ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ചെറുപ്പം മുതലേ വായി നോക്കി നടന്നതിൻ്റെ ശീലം കൊണ്ടിട്ടാണ് അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു നിർത്തുന്ന ഒരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.